അമേരിക്കയിലേക്ക് ജോലിക്ക് പോകുന്ന ഇന്ത്യൻ H1B വിസയിലുള്ളവർക്ക് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. അവരുടെ വിസകൾ സ്റ്റാമ്പ് ചെയ്യാൻ കോൺസുലേറ്റിൽ പോകാൻ കഴിയുന്നില്ല. ഡിസംബർ 15 മുതൽ H1B, H4 വിസകൾക്ക് അപേക്ഷിക്കുന്നവർ എല്ലാവരും ഓൺലൈൻ പ്രസൻസ് റിവ്യൂ എന്നൊരു പരിശോധന പൂർത്തിയാക്കണമെന്ന് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് കഴിഞ്ഞ ആഴ്ച അറിയിച്ചിരുന്നു. എന്നാൽ ഇത് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഡിസംബർ 9-ന് US എംബസി ഇന്ത്യയിൽ വിസ അപ്പോയിന്റ്മെന്റുകൾ റദ്ദാക്കുകയും മാറ്റിവെക്കുകയും ചെയ്തതായി അറിയിച്ചു. ഡിസംബർ 15-ന് പുതിയ സോഷ്യൽ മീഡിയ പരിശോധനാ മാനദണ്ഡം നിലവിൽ വരുമെന്നിരിക്കെയാണ് ഈ നടപടി. ഡിസംബർ 15 മുതൽ എന്തൊക്കെയാണ് മാറ്റമെന്ന് നോക്കാം. ഓൺലൈൻ പ്രസൻസ് റിവ്യൂ എന്നതിൻ്റെ ഭാഗമായി ഡിസംബർ 15 മുതൽ എല്ലാ H1B അപേക്ഷകരും അവരുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെയും പ്രൈവസി സെറ്റിംഗ്സ് പബ്ലിക്കാക്കി മാറ്റണം. ഇതുവരെ അമേരിക്കയിലേക്ക് വരുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും എക്സ്ചേഞ്ച് വിസിറ്റർമാർക്കും ഈ ഓൺലൈൻ പ്രസൻസ് റിവ്യൂ എന്ന പരിശോധന നിലവിലുണ്ടായിരുന്നു. ഇപ്പോൾ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് എല്ലാ H1B അപേക്ഷകർക്കും അവരുടെ ആശ്രിതർക്കും കൂടി ബാധകമാക്കിയിരിക്കുകയാണ്. US സർക്കാർ H1B അപേക്ഷകർക്കും അവരുടെ H4 ആശ്രിതർക്കും വേണ്ടിയുള്ള പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. ഡിസംബർ 15 മുതൽ അപേക്ഷകർ അവരുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും പബ്ലിക്കാക്കി സൂക്ഷിക്കണം. കാരണം അധികൃതർ അവരുടെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് അമേരിക്കയിലേക്ക് വരാൻ യോഗ്യതയില്ലാത്തവരെയും സുരക്ഷാ ഭീഷണി ഉയർത്തുന്നവരെയും കണ്ടെത്താൻ ശ്രമിക്കും. വിദ്യാർത്ഥികൾക്കും എക്സ്ചേഞ്ച് വിസിറ്റർമാർക്കും സമാനമായ പരിശോധനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി ലിവിംഗ് സ്ഥാപകനും സിഇഒയുമായ സൗരഭ് അറോറ പറഞ്ഞു. ട്രംപ് ഭരണകൂടം എല്ലാത്തരം വിസ അപേക്ഷകർക്കും പുതിയതും കർശനവുമായ പരിശോധനാ നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ പുതിയ നിയമം അനുസരിച്ച് H1B വിസയ്ക്കും അവരുടെ ആശ്രിതർക്കും അതുപോലെ FMJ വിസകൾക്കും അപേക്ഷിക്കുന്ന എല്ലാവരും അവരുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലെയും പ്രൈവസി സെറ്റിംഗ്സ് പബ്ലിക്കാക്കി മാറ്റണം. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിസ പരിശോധനയ്ക്കായി സമഗ്രമായ വിവരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്കോ പൊതുസുരക്ഷയ്ക്കോ ഭീഷണിയാകാൻ സാധ്യതയുള്ള അപേക്ഷകരെ കണ്ടെത്താൻ സഹായിക്കും. ചുരുക്കത്തിൽ ട്രംപ് ഭരണകൂടം കുടിയേറ്റക്കാരുടെ വിസ അപേക്ഷകൾ പരിഗണിക്കുമ്പോൾ അവരുടെ ഡിജിറ്റൽ കാൽപ്പാടുകൾ ഒരു പ്രധാന ഘടകമായി കണക്കാക്കുകയാണ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ചട്ടങ്ങൾ അനുസരിച്ച് കോൺസുലാർ ഉദ്യോഗസ്ഥർ പ്രൊഫൈലുകൾ പരിശോധിച്ച് യഹൂദവിരുദ്ധ പെരുമാറ്റം, തീവ്രവാദ ഗ്രൂപ്പുകളുമായുള്ള ബന്ധം അല്ലെങ്കിൽ അമേരിക്ക വിരുദ്ധ വികാരങ്ങൾ എന്നിവ കണ്ടെത്താൻ ശ്രമിക്കും. ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് തുടങ്ങിയ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇതിനായി ഉപയോഗിക്കും. ഈ പുതിയ സോഷ്യൽ മീഡിയ പരിശോധനാ മാനദണ്ഡം ഡിസംബർ 15 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നെങ്കിലും ഡിസംബർ 9-ന് തന്നെ US എംബസി ഇന്ത്യയിൽ വിസ അപ്പോയിന്റ്മെന്റുകൾ റദ്ദാക്കുകയും പിന്നീട് മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. 2025 ഡിസംബർ പകുതി മുതൽ അവസാനം വരെ വിസ അപ്പോയിന്റ്മെന്റുകൾ ഉണ്ടായിരുന്നവർക്ക് അവ മാറ്റിവെച്ചതായി അറിയിപ്പ് ലഭിച്ചിരുന്നു. ഈ സോഷ്യൽ മീഡിയ പരിശോധനാ മാനദണ്ഡം കാരണം ചില വിഭാഗങ്ങളിൽപ്പെട്ട വിസകൾക്കുള്ള പ്രതിദിന അഭിമുഖങ്ങളുടെ എണ്ണം കോൺസുലേറ്റുകൾ കുറച്ചിരിക്കാം. ഇത് അപ്പോയിന്റ്മെന്റുകൾ റദ്ദാക്കാനും മാറ്റിവെക്കാനും കാരണമായിരിക്കാം. എന്നാൽ ബയോമെട്രിക് അപ്പോയിന്റ്മെന്റുകൾ സാധാരണ പോലെ തുടരുന്നുണ്ട്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ സോഷ്യൽ മീഡിയ നയം ഇതിനോടകം ഇന്ത്യയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പല H1B അപ്പോയിന്റ്മെന്റുകളും അടുത്ത വർഷത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. US എംബസി അപേക്ഷകരോട് ഇമെയിൽ വഴി പങ്കുവച്ച പുതുക്കിയ ഷെഡ്യൂൾ പിന്തുടരാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് സൗരഭ് അറോറ പറഞ്ഞു. H1B വിസകൾ 3 വർഷത്തേക്ക് സാധുവാണ്. കൂടാതെ 3 വർഷം കൂടി നീട്ടാനും സാധിക്കും. ഈ വിസയുള്ളവർക്ക് അവരുടെ വിസ സ്റ്റാമ്പ് ചെയ്യുന്നതിനായി സ്വന്തം രാജ്യത്തേക്ക് മടങ്ങേണ്ടതുണ്ട്. പുതിയ നിയന്ത്രണങ്ങൾ പ്രധാനമായും വിസ സ്റ്റാമ്പ് ചെയ്യേണ്ട H1B ജോലിക്കാരെയും അവരുടെ ആശ്രിതരായ H4 വിസക്കാരെയുമാണ് ബാധിക്കുന്നത്. ഇവർക്കും കോൺസുലാർ അപ്പോയിന്റ്മെന്റുകൾ ആവശ്യമാണ്. ആർക്കെങ്കിലും അമേരിക്കയിലെ ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയമുണ്ടെങ്കിൽ, അത്യാവശ്യമായി യാത്ര ചെയ്യേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈദ്യസഹായം ആവശ്യമുള്ള സാഹചര്യങ്ങളോ മനുഷ്യത്വപരമായ കാരണങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് കോൺസുലേറ്റ് പോർട്ടൽ വഴി അടിയന്തര അപ്പോയിന്റ്മെന്റിനായി അപേക്ഷിക്കാം. ഇത് ഉറപ്പില്ല. കാരണം US കോൺസുലേറ്റ് ഇത്തരം അപേക്ഷകൾക്ക് വളരെ അസാധാരണമായ സാഹചര്യങ്ങളിൽ മാത്രമേ അനുമതി നൽകൂ. ഉദാഹരണത്തിന് അടുത്ത ബന്ധുവിൻ്റെ മരണാന്തര ചടങ്ങുകൾക്ക് പോകേണ്ടി വരിക, അടിയന്തര വൈദ്യസഹായം തേടുക, അല്ലെങ്കിൽ ഒരു അക്കാദമിക് പ്രോഗ്രാം ആരംഭിക്കുക തുടങ്ങിയവ എന്ന് ദിമിത്രി ലിറ്റിനോവ് പറയുന്നു. ഈ പുതിയ നിയമങ്ങൾ കാരണം പല H1B വിസയുള്ളവർക്കും അവരുടെ അമേരിക്കൻ ജോലികൾക്ക് തടസ്സമുണ്ടാകുമോ എന്ന് ആശങ്കയുണ്ട്. വിസ സ്റ്റാമ്പ് ചെയ്യാൻ സാധിക്കാത്തതിനാൽ അവർക്ക് അമേരിക്കയിലേക്ക് തിരികെ പോകാൻ കഴിയില്ല. ഇത് അവരുടെ തൊഴിൽപരമായ ഭാവിയെ ബാധിച്ചേക്കാം. വിസ നടപടിക്രമങ്ങളിലെ ഈ മാറ്റങ്ങൾ പലരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്.